ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വരാഹാവതാരം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ജനനത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. ജയവിജയന്മാരെ സനകാദികൾ ശപിച്ചതിനാൽ അവർ 3 ജന്മ അസുരന്മാരായി ഭവിക്കട്ടെ എന്ന് ശപിച്ച കഥ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിരുന്നു ഒരു ജന്മം. അവരുടെ ജനനത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഒരു ദിവസം സന്ധ്യാസമയം ആദിത്യൻ അസ്തമിച്ച ത്രിസന്ധ്യയായപ്പോൾ കാശ്യപ പ്രജാപതി സന്ധ്യാവന്ദനത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. അപ്പോൾ സുന്ദരിയായ ഭാര്യ ദിതി വന്ന് അദ്ദേഹത്തെ കാമകേളിക്ക് നിർബന്ധിച്ചു. സന്ധ്യാസമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് പാപകരമാണെന്ന് പറഞ്ഞിട്ടും അവളുടെ നിർബന്ധം സഹിക്കവയ്യാതെ അവളുടെ ആഗ്രഹത്തിന് വഴങ്ങി. ദിതി ഗർഭിണിയായി. അങ്ങനെ ജയവിജയന്മാർ സന്ധ്യാസമയത്ത് ആസുരഭാവത്തിൽ ദിതിയുടെ ഗർഭത്തിൽ ജനിച്ചു. അങ്ങനെ ദിതി 2 പുത്രന്മാരെ പ്രസവിച്ചു. അവർക്ക് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നീ പേരുകൾ നൽകി. അവർ ദുഷ്ടന്മാരും പരാക്രമികളുമായിരുന്നു. ദൈവഭക്തരെയും സ്വാത്വികരായ ജനങ്ങളെയും അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഉഗ്രങ്ങളായ വരങ്ങൾ നേടി. അതോടെ അവർ ശക്തരായി 3 ലോകവും അടക്കി ഭരിച്ചു. ജനങ്ങളെല്ലാം അവരെ പേടിച്ച് ഒളിച്ചു കഴിഞ്ഞു. ഇനി ആദ്യം വരാഹാവതാരത്തിൻ്റെ കഥ പറയാം. അനുജനായ ഹിരണ്യാക്ഷൻ അഹങ്കാരത്തോടെ കയ്യിലൊരു ഇരുമ്പ് ഗദയും പിടിച്ചുകൊണ്ട് അട്ടഹാസം മുഴക്കി നാനാലോകങ്ങളിലും ചുറ്റി നടന്നു. ആരും അവനോട് എതിരിടാതെ പേടിച്ച് ജീവിച്ചു. ഒടുവിൽ ഹിരണ്യാക്ഷൻ എതിരാളിയായിട്ട് ആരെയും കിട്ടാത്തതിനാൽ ഈ ഭൂമിയെ തന്നെ അവൻ ചുരുട്ടിയെടുത്ത് സമുദ്രത്തിലേക്ക് ചാടി. സമുദ്രത്തിൽ കിടന്ന് അഹങ്കാരത്തോടെ തുള്ളിച്ചാടി. ഗദ കൊണ്ട് സമുദ്രജലത്തെ അടിച്ച് തെറിപ്പിച്ചിട്ട് സമുദ്രനാഥനായ വരുണനെ പോരിന് വിളിച്ചു. ഭയന്ന വരുണൻ പേടിച്ചോടി പാലാഴിയിലെത്തി വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവ് സൃഷ്ടിക്ക് ആസ്ഥാനമായ ഭൂമി പെട്ടെന്ന് കാണാതായതിനാൽ ഇത് വിഷ്ണുവിനെ അറിയിച്ചു. ഞാൻ ഭൂമിയില്ലാതെ എങ്ങനെയാണ് സൃഷ്ടി നടത്തുന്നത്? അങ്ങ് തന്നെ ഇതിനൊരു പോംവഴി ഉണ്ടാക്കിയില്ലെങ്കിൽ പ്രപഞ്ചം തന്നെ ഇല്ലാതാകുമെന്ന് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനോട് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെയും വരുണൻ്റെയും പരാതി കേട്ട ഭഗവാൻ ഒരു ചെറിയ പന്നിക്കുട്ടിയായിട്ട് അവതരിച്ച് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ കൂടി പുറത്തേക്ക് ചാടി. ഒരു ചെറിയ പന്നിക്കുട്ടി വീണെങ്കിലും നിമിഷം കൊണ്ട് പർവ്വതത്തിന് തുല്യം വളർന്ന് 14 ലോകങ്ങൾ നടുങ്ങുമാറ് ഉച്ചത്തിൽ അലറി. ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ബ്രഹ്മാവ് ഇതാരാണെന്ന് ചിന്തിച്ചപ്പോൾ ഇത് മഹാവിഷ്ണു തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പന്നി സമുദ്രത്തിൽ ചാടി. തൻ്റെ ശത്രു വെള്ളത്തിൽ ചാടിയതറിഞ്ഞ ഹിരണ്യാക്ഷൻ ഭൂമിയെ പാതാളത്തിൽ ഒളിപ്പിച്ചു. ഭഗവാൻ വരാഹമൂർത്തി എങ്ങും ഭൂമിയെ കാണാഞ്ഞ് അവസാനം പാതാളത്തിലെത്തി. അവിടെ ഭൂമിയെ കണ്ടു. പക്ഷേ ഹിരണ്യാക്ഷനെ കണ്ടില്ല. തൻ്റെ തേറ്റമേൽ ഭൂമിയെ പൊക്കിയെടുത്ത് പാതാളത്തിൽ നിന്ന് ഉയർന്നപ്പോൾ ഹിരണ്യാക്ഷൻ വന്ന് എതിരിട്ടു. ഭഗവാൻ ഭൂമിയെ ഒരിടത്ത് ഉറപ്പിച്ചിട്ട് അവനോട് ഘോരമായി യുദ്ധം ചെയ്തു. അവൻ്റെ ഗദയും ഭഗവാന്റെ കൗമോദകം എന്ന ഗദയും തമ്മിൽ ഏറ്റുമുട്ടി. അപ്പോൾ ലോകം മുഴുവൻ നടുങ്ങി. വരാഹമൂർത്തിയുടെ ഗദ അസുരൻ്റെ പ്രഹരമേറ്റ് സമുദ്രത്തിൽ വീണു. ഉടൻ തന്നെ ഭഗവാൻ തൻ്റെ ദിവ്യായുധമായ സുദർശനത്താൽ അവനെ വധിച്ചു. അങ്ങനെ വീണ്ടും ഭൂമിയെ തേറ്റമേലെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചിട്ട് വരാഹമൂർത്തിയായ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ദേവന്മാരെല്ലാം വളരെ സന്തുഷ്ടരായി ഭഗവാനെ സ്തുതിച്ചു. കുഞ്ഞുങ്ങളെ, ഭഗവാൻ ഈ അവതാരമെടുത്തത് ഭൂമിയെ വീണ്ടെടുക്കാനും ദുഷ്ടരായി
അസുരനെ നിഗ്രഹിച്ച് ജനങ്ങളെ രക്ഷിക്കാനും വേണ്ടിയായിരുന്നു. എത്ര വരം നേടിയവനായാലും അവൻ്റെ അഹങ്കാരത്തെ ഭഗവാൻ ഇല്ലാതാക്കുമെന്ന് മനസ്സിലായല്ലോ. കഥ ഇഷ്ടപ്പെട്ടോ? ഇനി ഭഗവാന്റെ അടുത്ത അവതാര കഥയുമായി വരാം. നിർത്തട്ടെ. ഹരി ഓം തത്സത്.